ഏറെ ആവേശമായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയും. പക്ഷേ വള്ളംകളിയിൽ പങ്കെടുത്ത ബോട്ട് ക്ലബ്ബുകളെയും ചുണ്ടൻ വള്ളങ്ങളെയും സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. മത്സരം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഗ്രാൻഡോ ബോണസോ ഇതുവരെ നൽകിയിട്ടില്ല. തുഴച്ചിൽക്കാർക്ക് വേതനം പോലും നൽകാൻ കഴിയാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രതിനിധികൾ. നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിട്ട് ഇന്നേക്ക് 3 മാസത്തോളമായി. ഇതുവരെ സർക്കാർ ഗ്രാൻഡോ ബോണസോ നൽകാത്തതോടെ വലിയ പ്രതിസന്ധിയിലാണ് ക്ലബ്ബുകൾ. നിലവിൽ എന്താണ് സർക്കാരുമായി ബന്ധപ്പെട്ട സമയത്ത് അവരൊക്കെ പറയുന്നത്? സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു ട്രോഫിയിൽ 1 കോടി രൂപ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുമെന്നുള്ളതായിരുന്നു ടൂറിസം മന്ത്രി പറഞ്ഞിരുന്നത്. ആ പൈസ ഇതേവരെ കൊടുത്തിട്ടുള്ളതായിട്ട് ഒരു അറിവുമില്ല. അതുകൊണ്ടാണ് NDBR സൊസൈറ്റി നെഹ്റു ട്രോഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മാനത്തുകയോ ബോണസോ ആർക്കും കൊടുക്കാത്തത്. ഏകദേശം 69ഓളം വലുതും ചെറുതുമായിട്ടുള്ള വള്ളങ്ങൾ പങ്കെടുത്ത വള്ളംകളിയാണ് ഇന്നത്തേക്ക് 3 മാസം അടുക്കുകയാണ്. ഈ ഒരു സമയത്തും ഈ പൈസ തരാത്തത് തികഞ്ഞ അനീതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത്. കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് കടങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പൈസ കിട്ടാത്തത് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഈ തുഴച്ചിലുകാർക്കുള്ള വേതനം പോലും കൊടുക്കാൻ കഴിയും. ഇത് നടക്കുന്നില്ല. കാരണം ഇപ്പം നെഹ്റു ട്രോഫിയുടെ അതിന്റെ പറഞ്ഞില്ല. ഇപ്പൊ CBL തന്നെ ഇപ്പൊ 5 കളികൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 5 കളി കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം ബോണസ് ഇനത്തിൽ മാത്രം ഏകദേശം 15 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതുകൂടാതെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് വേറെയും. നെഹ്റു ട്രോഫിയുടെ അടക്കമുള്ള ബാധ്യതകൾ നിൽക്കുകയാണ് ഇപ്പൊ അത് പുതിയതായിട്ടുള്ള ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മത്സര സമയത്തൊക്കെ വേദിയിൽ വെച്ചിട്ട് പണം കൈമാറുക ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീകാത്മകമായി അതൊക്കെ കൈമാറിയിരുന്നു. അത് പ്രതീകാത്മകം മാത്രമാണ്, ഓൺലി ഡെമോ മാത്രമാണ്. അതിനകത്ത് ഒന്നുമില്ല. അത് ആ പൈസ കിട്ടും. ഓരോ ആഴ്ചയും ഒരു കളി കഴിയുമ്പോൾ അടുത്ത കളിക്ക് മുമ്പായിട്ട് ആദ്യത്തെ കളിയുടെ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതേവരെ അതിന്റെ നടപടിക്രമങ്ങൾ പോലും ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കേരളത്തിന് സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ളതും സംസ്ഥാന ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ആകർഷണവുമായ വള്ളംകളി നിലനിർത്താൻ സർക്കാർ വേണ്ട ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ഈ ബോട്ട് ഉടമകളും വള്ളംകളി ക്ലബ്ബുകളുടെ ഉടമകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും സർക്കാർ ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ടും വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, ആലപ്പുഴ.